നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് നമ്മുടെ കൂട്ടുകാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ചോദിച്ചു മാത്രമല്ല, എപ്പോഴും ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത്, ദുബായിലോട്ട് വരാൻ വേണ്ടി DHA പ്രോമോട്രിക് എക്സാം എഴുതി കഴിഞ്ഞാൽ ദുബായിലോട്ട് വരാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളതാണ്. എന്താണ് എലിജിബിലിറ്റി, എങ്ങനെയാണ് ദുബായിലോട്ട് വരേണ്ടത് എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അത് ദുബായിലോട്ടാണെങ്കിലും അബുദാബിയിലോട്ടാണെങ്കിലും ഷാർജയിലോട്ടാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും എക്സാം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. പ്രോമട്രിക് എക്സാം എഴുതണം, അത് പാസ്സാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഫ്ലോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും ഡേറ്റ ഫ്ലോ ചെയ്യണം, അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തണം, അതിൻ്റെ ജെന്യൂനിറ്റി ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഈ രണ്ട് സാധനം കൂടി വെച്ചുകൊണ്ട് എലിജിബിലിറ്റി ലെറ്ററിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എലിജിബിലിറ്റി ലെറ്റർ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ദുബായിലോട്ട് കയറി വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജോബ് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് ആവാൻ പറ്റത്തില്ല. രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ചെയ്തിട്ട് വരണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇനി ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ലാത്ത നിങ്ങളുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ പിന്നെ +2 SSLCയുടെ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്യണം. ഓക്കെ, എംബസി അറ്റസ്റ്റേഷനും നമ്മുടെ UAE എംബസിയുടെ അറ്റസ്റ്റേഷനും ഒക്കെ ചെയ്തതിന് ശേഷം വേണം വരാൻ. ഇവിടെ വന്നിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അത് പിന്നെയും ഡിലേ ആണ്, മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയാൽ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എംബസി അറ്റസ്റ്റേഷൻ ആണോ എന്ന് ചോദിക്കും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ് വരുന്നതെങ്കിൽ വിസയുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇത്രയും സ്ലോ ആയിട്ട് കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടാവരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ വരാവുള്ളൂ. അതല്ലാതെ ഇവിടെ വന്ന് ഹോം കെയറിന് കയറിക്കോളാം, രജിസ്ട്രേഷൻ ആവുന്നവരെ ഹോം കെയറിന് കയറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് മെസ്സേജ് അയക്കരുത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, മനസ്സിലായോ? റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, എങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം എന്ന് മാത്രം പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ റിസ്ക് എടുക്കുന്നതും ഇവിടുത്തെ UAE ലോവിനെ ത്രെട്ട് ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. ഓക്കെ.